എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഡിന്നർ കഴിക്കാനായി എല്ലാവരും ടേബിളിന്റെ അടുത്തേക്ക് വരുന്നു. നാവിറും ഹെൽഗയും ഫെലിയെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്നുണ്ട്. എനിക്കാകെയുള്ളത് 3 ബ്രദേഴ്സ് മാത്രമാണ്. മറ്റാരെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് രാഗി അവിടുന്ന് പോകുന്നു. മിസ്റ്റർ ജോഹാൻ ബാക്കിയുള്ള തന്റെ മക്കളോട് നിങ്ങൾ ഫെലി റിജക്റ്റ് ചെയ്യുന്ന മുന്നേ അവളെ മനസ്സിലാക്കാൻ പറയുന്നു. എന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ മക്കളെ എല്ലാവരെയും ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. മനസ്സില്ല മനസ്സോടെ ഹെൽഗയും നാവിറോയും അവിടെ ഇരിക്കുന്നു. ജോർദനും അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ഹെൽഗയും നാവിറോയും ഫെലിയെക്കുറിച്ച് ഒരുപാട് കുറ്റം പറയുന്നു. ഡാഡ് എന്തിനാ ഫെലിയെ തന്നെ ഞങ്ങൾ സിസ്റ്ററായി ചൂസ് ചെയ്തത്, മറ്റാരെങ്കിലും ചൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് മിസ് അദ മിസ്റ്റർ ജോഹാനോട് താങ്കൾ ആദ്യം താങ്കളുടെ മക്കളോട് ചോദിക്കണം ഫെലി അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണോ അല്ലയോ എന്ന്. അതിനുശേഷം എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന ഫെലിക്കാകട്ടെ അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല. തനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവൾ അവിടെ എണീറ്റ് വരുന്നു. വെളിയിൽ രാഗി ഇരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. അവന്റെ കയ്യിൽ അവളുടെ നെക്ലേസ് ഉണ്ടായിരുന്നു. ഇത് കണ്ട് ഫെലി അവൻ്റെ അടുത്തേക്ക് വരുന്നു. തന്നെ നെക്ലേസ് തിരിച്ചു തരാൻ പറയുന്നുണ്ട്. നിനക്കിത് വേണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം. എൻ്റെ ഡാഡിൻ്റെ ഓഫർ നീ റിജക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിനക്കൊരിക്കലും ഈ നെക്ലേസ് തിരിച്ചു കിട്ടില്ലെന്ന് രാഗ പറയുന്നു. അതേസമയം ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഫെലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫെലി വരാതിരിക്കുമ്പോൾ ഹെൽഗയും നാവിറോയും തന്റെ ഡാഡിനോട് അവളിനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ തന്നെ അവളെ പോലുള്ള ഒരു ഓർഡിനറി ഗേളിന് വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡാഡ്, നമ്മുടെ പക്കൽ എല്ലാം ഉണ്ട്. ആവശ്യത്തിൽ കൂടുതൽ പൈസയുണ്ട്. താങ്കൾക്ക് മക്കളും ഉണ്ട്. പിന്നെന്തിനാ ഫെലിയെ പോലുള്ളൊരു മകളുടെ ആവശ്യം എന്ന് ഹെൽഗ ചോദിക്കുന്നു. എന്റെയും മരിച്ചുപോയ നിന്റെ മദറിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടി വേണമെന്ന്. ഒരു മകള് വേണമെന്നാണ് ഡാഡിന്റെ ആഗ്രഹമെങ്കിൽ ഡാഡിന് ഞങ്ങളോട് പറയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്ക് ഓപ്ഷൻ തന്നിരുന്നുവെങ്കിൽ ചൂസ് ചെയ്യാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലോ. ഫെലി തന്നെ വേണമെന്ന് വാശി പിടിക്കേണ്ട ആവശ്യം എന്താണെന്ന് ഹെൽഗ ചോദിക്കുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളോട് ഈ കാര്യം നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഗേളിനെ നമ്മുടെ ഫാമിലിയിൽ അക്സെപ്റ്റ് ചെയ്യില്ലെന്ന്. അപ്പോൾ ഫെലി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവരെ സംസാരിക്കുന്ന എല്ലാം അവൾ കേൾക്കുന്നുണ്ട്. പേരൻസും ആൻസിസ്റ്റേഴ്സും ആരാണെന്ന് പോലും അറിയാത്ത ഫെലിയെ പോലൊരു ഗേളിനെ നമ്മുടെ ഫാമിലിയിലേക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഹെൽഗ ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഫെലിക്കും ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ എല്ലാവരുടെ മുന്നിൽ വന്ന് താങ്കളുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നു. മിസ് അദ അവളുടെ പിറകെ പോകാൻ തുടങ്ങുമ്പോൾ ഫെലിയോട് ഞാൻ പോയി സംസാരിക്കാമെന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഫെലി അവളുടെ റൂമിൽ നിൽക്കാണ്. മിസ്റ്റർ ജോഹാൻ അവിടേക്ക് വന്ന് എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറയുന്നു. ഫെലി അദ്ദേഹത്തിന് ചെയർ ഓഫർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബെഡിലിരിക്കുന്നു. എൻ്റെ മക്കൾ പറഞ്ഞു കേട്ട് നിന്റെ ഫീലിങ്സ് ഒരുപാട് ഹർട്ടായെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് മിസ്റ്റർ ജോഹാൻ ഫെലിയോട് സോറി പറയുന്നു. അവർ പറഞ്ഞത് ശരിയാണ്. എനിക്ക് എൻ്റെ പേരൻസ് ആരാണെന്നോ എൻ്റെ ആൻസിസ്റ്റേഴ്സ് ആരാണെന്നൊന്നും അറിയില്ല. എന്നെപ്പോലൊരു ഗേൾ ഒരിക്കലും ഫാമിലി ഡിസേർവ് ചെയ്യുന്നില്ല, ഒരു ഹാപ്പിനെസ് ഡിസേർവ് ചെയ്യുന്നില്ലെന്ന് ഫെലി പറയുന്നു. അവർ പറഞ്ഞെന്നും നീ കാര്യമായി എടുക്കണ്ട. എൻ്റെ മക്കൾ നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കുമെന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നു. താങ്കൾ എന്തിനാ എന്നെ തന്നെ ചൂസ് ചെയ്ത്? അല്ലെങ്കിൽ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് 17 years ആയെന്ന് ഫെലി പറയുന്നു. എൻ്റെ മരിച്ചുപോയ വൈഫിൻ്റെയും എൻ്റെയും വലിയ ആഗ്രഹമായിരുന്നു ഒരു മകൾ വേണമെന്ന്. നിന്നെ ആദ്യമായി കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നി, എൻ്റെ മകളെ പോലെ. നീ ഒരു ഓർഫനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നിന്നെ അഡോപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ അപ്പോൾ തന്നെ തീരുമാനിച്ചു എന്ന് മിസ്റ്റർ ജോഹാൻ അവളോട് പറയുന്നുണ്ട്. എൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ നീ ഇപ്പോഴും തയ്യാറല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നീ 3 മാസം എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കൂ. 3 മാസം കഴിയുമ്പോഴും എൻ്റെ ഫാമിലിയെ നിനക്ക് നിന്റെ സ്വന്തം ഫാമിലിയെ തോന്നുന്നില്ലെങ്കിൽ നമുക്കപ്പോൾ ഒരു തീരുമാനം എടുക്കാമെന്ന് മിസ്റ്റർ ജോഹാൻ പറയുന്നു. ഫെലി ഇതിന് മറുപടി ഒന്നും പറയുന്നില്ല. നെക്സ്റ്റ് സീനിൽ മിസ്റ്റർ ജോഹാൻ തന്റെ മക്കളുമായിട്ട് വീട്ടിലേക്ക് വരുന്നു. അവരുടെ വീട് ഒരു വലിയ മാൻഷനാണ്. രാഗ ദേഷ്യത്തിൽ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കഥ അടയ്ക്കുന്നു. അവൻ സൈഡ് ടേബിളിൽ നിന്ന് അവന്റെ മദറിന്റെ ഫോട്ടോ എടുത്ത് നോക്കിയിരിക്കുന്നു. ഡോർ ആരൻ നോക്കിയ ശബ്ദം കേട്ട് രാഗ പോയി തുറക്കുന്നുണ്ട്. അത് ജോർഡൻ ആയിരുന്നു. അവൻ വന്ന റൂമിലിരിക്കുന്നു. നമ്മുടെ ഡാഡിന് ഇത്ര പെട്ടെന്നൊരു ഗേളിനെ അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് രാഗ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് ഡാഡ് പെട്ടെന്നൊരു തീരുമാനമാണെന്ന്.
നന്നായിട്ട് ആലോചിച്ചായിരിക്കും ഡാഡി തീരുമാനം എടുത്തതെന്ന് ജോർദൻ പറയുന്നു. നമുക്കാർക്കും അറിയാത്തൊരു ഗേള് നമ്മുടെ ഫാമിലിയിൽ പെട്ടെന്ന് താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് രാഘ ചോദിക്കുന്നു. നീയും ഡാഡും ഒരുപോലെ വാശിക്കാരാണ്. എനിക്ക് തോന്നുന്നില്ല ഡാഡ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്തിരിപ്പിക്കാൻ നമുക്ക് പറ്റുമെന്ന്. നെക്സ്റ്റ് സീനിൽ ഫെല്ലി ഓർഫനേജിൽ നിന്ന് തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെളിയിലേക്ക് വരുന്നു. അവളെ സീ ഓഫ് ചെയ്യാൻ എല്ലാ കുട്ടികളും വരുന്നുണ്ട്. മിസ് അതയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നീ അവിടെ പോകുമ്പോൾ ഞങ്ങളെ മറക്കരുതെന്ന് ആ കുട്ടികൾ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ലെന്നും നിങ്ങളെ കാണാനായി എപ്പോഴും ഇവിടെ വരാമെന്നും ഫെലി പ്രോമിസ് ചെയ്യുന്നു. എല്ലാവരും ഒരുമിച്ച് ഫാമിലി ഹഗ് ചെയ്യുന്നുണ്ട്. ഫെലിയെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാറ് വന്നിട്ടുണ്ടായിരുന്നു. അവൾ സാധനങ്ങളെല്ലാമായിട്ട് വെളിയിലേക്ക് വരുന്നു. മിസ് അതയോട് തന്നെ ഇത്രയും കാലം നന്നായിട്ട് നോക്കിയതിനും തന്നെ പഠിപ്പിച്ചതിനും തന്നെ ടേക്ക് ചെയ്തതിനെല്ലാം താങ്ക്സ് പറയുന്നുണ്ട്. രണ്ടുപേരും ഒരുപാട് ഇമോഷണൽ ആകുന്നു. കാറിൽ നിന്ന് മിസ്റ്റർ ജോഹാൻ ഇറങ്ങി വന്ന് മിസ് അതയോട് താങ്ക്സ് പറയുന്നു. 3 മാസം ഞങ്ങളുടെ കൂടെ താമസിക്കാൻ ഫെലി അനുവദിച്ചതിന്. താങ്കളുടെ സ്വന്തം മക്കളെ പോലെ തന്നെ ഫെലിയെ കാണണമെന്ന് മിസ് അദ മിസ്റ്റർ ജോഹാനു റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വീട്ടിൽ ഫെലി തന്റെ മകളായിരിക്കുമെന്ന് മിസ്റ്റർ ജോഹാൻ പ്രോമിസ് ചെയ്യുന്നു. അവസാനമായിട്ട് ഫെലി മിസ് അതയെ ഹഗ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒരുപാട് കരയുന്നു. മിസ്റ്റർ ജോഹാന് തന്റെ കമ്പനിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമായിരുന്നു. സോ ഫെലിയോട് ഒറ്റയ്ക്ക് മാൻഷനിലേക്ക് പോകാൻ പറയുന്നു. അദ്ദേഹം ഓഫീസിൽ ഇറങ്ങുന്നുണ്ട്. വീട്ടിൽ തന്റെ മക്കളും ഹൗസ് കീപ്പറായ മിസ് രാധി ഉണ്ടായിരിക്കുമെന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി മിസ്റ്റർ ജോഹാന്റെ വീട്ടിലേക്ക് വരുന്നു. വീട് കണ്ട് അവൾ ഒരുപാട് സർപ്രൈസ് ആകുന്നുണ്ട്. മിസ് രാധി വെളിയിലേക്ക് വരുന്നു. നിങ്ങൾ ഫെലിയാണോ ചോദിക്കുമ്പോൾ അവൾ അതേന്ന് പറയുന്നു. മിസ് രാധി വീട്ടിലേക്ക് അവളെ വെൽക്കം ചെയ്യുന്നുണ്ട്. എന്നിട്ട് വാക്ക് ആൻഡ് ടോക്കിയിൽ എന്തോ പറയുന്നു. 2 ബോഡി ഗാർഡ്സ് വന്ന് അവളുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അവരെല്ലാവരും അകത്തേക്ക് വരുമ്പോൾ 4 മക്കളും താഴേക്ക് ഇറങ്ങി വരുന്നു. ജോർദൻ ഫെലിയെ വീട്ടിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. അവൻ അവളോട് നന്നായി സംസാരിക്കുന്നു. ഈ വീടെല്ലാം കാണിക്കാനായി മിസ് രാധിയുടെ കൂടെ ഞാനും വരാമെന്ന് ജോർദൻ പറയുന്നു. എന്നിട്ട് അവർ 3 പേരും കൂടി ഫെലിയെ അവളുടെ റൂം കാണിക്കാനായി മുകളിലേക്ക് പോകുന്നു. ബാക്കി 3 പേരും ഇതെല്ലാം നോക്കി താഴെ നിൽക്കാണ്. നാവിറോ ദേഷ്യത്തിൽ സത്യത്തിൽ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ഈ പെണ്ണിന്റെ കൂടെ താമസിക്കേണ്ട അവസ്ഥയാണോ ചോദിക്കുന്നു. എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതും ഇവളുടെ സ്വന്തം ഇഷ്ടത്തിന് പോകണമെന്ന് ഹെൽഗ പറയുന്നു. തന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ടെന്ന് രാഘ പറയുന്നു. ഇവിടെ മിസ് രാധി റൂമിന്റെ പാസ്വേഡും വൈഫൈയുടെ പാസ്വേഡും ഫെലിക്ക് കൊടുക്കുന്നു. ഡോർ തുറക്കണമെങ്കിൽ നീ ഡോറിൽ ഈ പാസ്വേഡ് അടിക്കണം. പാസ്വേഡ് ഇല്ലാതെ ഡോർ ഒരിക്കലും തുറക്കില്ല. റൂമിന് വെളിയിലേക്ക് വരണമെങ്കിൽ നോർമൽ പോലെ വെളിയിലേക്ക് വരാം. പക്ഷേ ഡോർ ലോക്കായി കഴിഞ്ഞാൽ പാസ്വേഡ് അടിക്കാതെ ഒരിക്കലും തുറക്കില്ല. സോ ഈ പാസ്വേഡ് നീ ഓർത്തു വെക്കണമെന്ന് മിസ് രാധി പറയുന്നുണ്ട്. ഈ വീട്ടിൽ നോർമൽ ഡോറുള്ള ഒരു റൂമും ഇല്ലേന്ന് ഫെലി ചോദിക്കുമ്പോൾ ജോർദൻ ചിരിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ ഡോറും സ്മാർട്ട് ലോക്ക് ആണെന്ന് പറയുന്നു. ഇത് സത്യത്തിൽ വീട് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ആണെന്ന് ഫെലി ചോദിക്കുമ്പോൾ ഇത് വീടാണ്. ഇന്നു മുതൽ ഈ വീട് നിന്റെയാണെന്ന് ജോർദൻ പറയുന്നു. നാവിറോ ഹെൽഗയും അവിടേക്ക് വരുന്നുണ്ട്. നീ ഈ വീട്ടിലെ കുറച്ച് ദിവസത്തെ ഗസ്റ്റ് മാത്രമാണെന്ന് അവർ അവളോട് പറയുന്നു. അതിനുശേഷം മിസ് രാധി പാസ്വേഡ് അടിച്ച് റൂമിനകത്തേക്ക് വരുന്നു. അവളുടെ റൂം ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. എല്ലാവരും അകത്തേക്ക് വരുന്നുണ്ട്. ഇത്രയും വലിയ റൂമിൽ താൻ ഒറ്റയ്ക്ക് താമസിക്കാൻ പോകുന്നതെന്ന് ഫെലിക്ക് അറിയില്ലായിരുന്നു. ഈ റൂം നിന്റേത് മാത്രമാണെന്ന് മിസ് രാധി അവളോട് പറയുന്നു. എന്നിട്ടൊരു മിനി മോണിറ്റർ കാണിച്ച് ഇതുപയോഗിച്ച് നിനക്ക് ഈ റൂമിലെ എല്ലാ ഫെസിലിറ്റീസും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. ഇതിന്റെ ഡെമോ കാണിക്കാനായി മിസ് രാധി മിനി മോണിറ്ററിനോട് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്നു. ലൈറ്റ് എല്ലാം ഓഫ് ആകുന്നുണ്ട്. ഫെലി പേടിച്ച് മിസ് രാധയെ പിടിക്കുന്നു. എന്നിട്ട് ലൈറ്റ് ഓണാക്കാൻ പറയുന്നുണ്ട്. ജോർദൻ മിനി മോണിറ്ററിനോട് ലൈറ്റ് ഓണാക്കാൻ പറയുന്നു. ഫെലിയുടെ പേടി കണ്ട് നാവിറോ ഹെൽഗയും അവളെ കളിയാക്കുന്നു. ഈ ഫെസിലിറ്റി കണ്ട് ഫെലി ഒരുപാട് എക്സൈറ്റ് ആകുന്നുണ്ട്. അവൾ മിനി മോണിറ്ററിന് അടുത്ത് പോയിട്ട് കർട്ടൻസ് ക്ലോസ് ചെയ്യാൻ പറയുന്നു. കർട്ടൻസ് ക്ലോസ് ആകുന്നുണ്ട്. നീ മിനി മോണിറ്ററിന്റെ ഇത്ര അടുത്ത് പോയി പറയേണ്ട ആവശ്യമില്ല. റൂമിൽ എവിടെ നിന്ന് പറഞ്ഞാലും അത് ചെയ്യുമെന്ന് ജോർദൻ പറയുന്നു. അവളെ കാണിക്കാനായി റൂമിൽ നടന്നുകൊണ്ട് കർട്ടൻസ് ഓപ്പൺ ചെയ്യാൻ പറയുന്നു. കർട്ടൻസ് ഓപ്പൺ ആകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഫെലി ഒരുപാട് എക്സൈറ്റ് ആകുന്നു. അവളോട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ജോർദൻ അവൻ്റെ ബ്രദേഴ്സിനെ കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. ഫ്രഷപ്പ് ചെയ്യാൻ വേണ്ടി ഫെലി വാഷ്റൂമിലേക്ക് പോകുന്നു.
അവൾ വെളിയിലേക്ക് വരുമ്പോൾ മിനി മോണ്ടർ അവളോട് ലിവിംഗ് റൂമിൽ രാഗ നിന്നെ വെയിറ്റ് ചെയ്യാണെന്ന് പറയുന്നു. അവൾ ലിവിംഗ് റൂമിലേക്ക് വരുന്നുണ്ട്. ജോർദനും മറ്റുള്ളവർ എവിടെയെന്ന് ഫെലി ചോദിക്കുമ്പോൾ രാഗ മറുപടി ഒന്നും പറയുന്നില്ല. നിന്നെ കൂട്ടി ഞാൻ ഒരു പ്ലേസിൽ പോകാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് അവൻ വെളിയിലേക്ക് വരുന്നു. ഫെലിയും അവന്റെ പിറകെ വരുന്നുണ്ട്. കാറിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ കാറിൽ കയറാൻ അവൻ അവളോട് പറയുന്നു. നീ എന്നെ കൂട്ടി എവിടെ പോകുകയാണെന്ന് ഫെലി അവനോട് ചോദിക്കുമ്പോൾ നിനക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്, സോ അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് രാഗ പറയുന്നു. ഇത് ഫെലി വിശ്വസിക്കുന്നുണ്ട്. അവന്റെ കൂടെ കാറിൽ പോകുന്നു.